ഫ്രണ്ട്സ്, എം ക്രാഫ്റ്റ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴയ ക്ലോത്ത് വെച്ചിട്ട്, അതായത് വീട്ടിലുള്ള പഴയ ക്ലോത്ത് വെച്ചിട്ട് നമുക്കൊരു ക്രോഷേ ത്രെഡ് അല്ലെങ്കിൽ യാൺ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് എനിക്ക് കുറേ കമൻസ് വരാറുണ്ട്, യാൺസ് വാങ്ങിക്കാൻ കിട്ടുന്നില്ല, ഓൺലൈനിൽ നിന്നായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ ഓൺലൈനിലും കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇപ്പം ഈ ഒരു കോവിഡ് സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പം അങ്ങനെ അവൈലബിൾ അല്ലാത്തത്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അതായത് നമ്മുടെ വീട്ടിലുള്ള നമ്മൾ യൂസ് ചെയ്യാത്ത പഴയ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ക്രോഷേ യാൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണം. ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഒരു ടീഷർട്ട് വെച്ചിട്ടാണ്. ടീഷർട്ട് മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള പഴയ ഏത് ക്ലോത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യമായിട്ടാണ് ഈ ക്രോഷേ ഒക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോഴത്തേനും ടീഷർട്ടോ അല്ലെങ്കിൽ ലെഗിങ്സോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. അതായത് ഒന്ന് വലിയുന്ന, അതായത് സ്ട്രെച്ച് ആക്കാൻ പറ്റുന്ന ഒരു തുണി എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ യാണെല്ലാം ചെയ്തെടുത്ത് കഴിഞ്ഞ് ക്രോഷേ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കൈ ചെറുതായിട്ടൊരു വേദന എടുക്കും, ഹാർഡായിട്ടുള്ള തുണിയാണെങ്കിൽ. അതുകൊണ്ട് ഈ ടീഷർട്ടിൻ്റെ ഒക്കെ ആകുമ്പോഴത്തേനും സോഫ്റ്റ് ആയിട്ടുള്ള തുണിയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ടീഷർട്ട് എടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് തുണിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയുക. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ പാറ്റേൺസ്, ക്രോഷേ പാറ്റേൺസ് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും അതും കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയുക. ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ എനിക്ക് കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ട് ഇൻക്രീസിനെ കുറിച്ചും ഡിക്രീസിനെ കുറിച്ചും ഒക്കെയുള്ള എന്താണെന്ന് ഡൗട്ട് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കണും ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്തിരിക്കുക. അപ്പം ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനായിട്ട് പറ്റും. ഞാൻ കുറച്ച് ക്രിസ്മസ് സീരീസ് ഒക്കെ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ക്രിസ്മസ് ആവുമല്ലേ, അപ്പോഴത്തേനും നമുക്ക് പുതിയ വീഡിയോസൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് ഇന്ന് എങ്ങനെയാണ് പഴയ ക്ലോത്ത് വെച്ചിട്ട് പുതിയൊരു ക്രോഷേ ത്രെഡ് ചെയ്യുന്നതെന്ന് നോക്കാം. പഴയ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു യാൺ ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു പഴയ ടീഷർട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ടീഷർട്ട് ഇതുപോലെ ഒന്ന് നൂത്തിടണം. നൂത്തിട്ടതിന് ശേഷം ഇതിൻ്റെ താഴ്വശം കുറച്ച് കട്ടിയുള്ള ഭാഗമുണ്ടല്ലോ, ഒന്നെങ്കിൽ ഇതിൻ്റെ നൂല അഴിച്ചു വിടുക, അല്ലെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഞാനിപ്പോൾ ഇവിടുത്തെ ഈ മാർക്ക് ഉള്ള അവിടം വരെ, അതായത് ഇവിടുന്ന് ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പോവാണ്. അപ്പം നമുക്കിത് കട്ട് ചെയ്യാം. ഇപ്പം ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൈ വരുന്ന ഭാഗമില്ല, ഇവിടെ താഴ്വശം, ആ ഷോൾഡറിൻ്റെ താഴ്വശം ഇവിടം തൊട്ട് മേളിലേക്ക് വേണ്ട. അപ്പം നമുക്ക് ഇത്രയും താഴ്വശം മതി. മേളിലേക്കുള്ളത് നമുക്ക് ചെയ്യാം, അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അല്ലാതെ ഇപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇവിടം വരെയുള്ളതാണ്. നമുക്ക് ഇത്രയും തന്നെ ധാരാളമാണ്, പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ അത് കുറച്ച് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. 4 പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ വരെയുള്ളതാണ് കുറച്ചുകൂടി ഈസി. അപ്പം നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് ഈ താഴ്വശം കട്ട് ചെയ്തതുപോലെ തന്നെ അവിടെ കൂടി ഒന്ന് കട്ട് ചെയ്യാം. തൊട്ട് താഴെ തൊട്ടങ്ങ് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇതങ്ങ് നമുക്ക് മാറ്റാം. നമുക്ക് ഈ പീസ് മാത്രം മതി. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി ചെയ്യേണ്ടത് ഇത് നമ്മളിങ്ങനെ തിരിച്ചിടുക. നമ്മളിങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ഇത് രണ്ടായിട്ട് മടക്കണം. അതായത് ഇങ്ങനെ രണ്ട് തുറന്ന ഭാഗവും ഈ സ്ഥലത്തായിട്ട് വരും. എന്നിട്ട് താഴേന്ന് ഇങ്ങനെ മടക്കുക. മടക്കുമ്പോൾ കംപ്ലീറ്റ് മടക്കരുത്, ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം മടക്കാൻ. ഒരുപാടങ്ങ് ചെറുതാക്കുകയും ചെയ്യരുത്, കുറച്ച് ഗ്യാപ്പ് ഇടണം. ഇത്രയെങ്കിലും വേണം. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഓരോരോ ചെറിയ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്യും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്കെയിൽ വെച്ചിട്ട് ഓരോ സെന്റിമീറ്റർ വെച്ചിട്ട് അളക്കാം. ഓരോ സെന്റിമീറ്റർ വെച്ചിട്ട് ഒരു പെൻസിലോ പേനയോ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് മുറിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് നമുക്കൊരു ഗസ് ചെയ്തിട്ട് അങ്ങ് മുറിച്ചാലും മതി. അത് നമ്മൾ മുറിക്കുമ്പോഴത്തേനും ശ്രദ്ധിക്കണം, ഇവിടെ വരെ മുറിക്കാവുള്ളൂ. അതായത് ഇതിൻ്റെ അങ്ങ് മേളിലേക്ക് മുറിക്കരുത്. ഇതിൻ്റെ നമ്മൾ ഈ ഇതിൽ വെച്ചിരിക്കുന്നതിൻ്റെ അവിടെ വരെ മാത്രമേ മുറിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഞാൻ കുറച്ച് ഭാഗം ഇങ്ങനെ ഇവിടുന്ന് എടുത്തു. നമുക്ക് മേളിലേക്ക് കട്ട് ചെയ്യാം.
നമ്മൾ ഇത്ര മാത്രം മുറിച്ചാൽ മതി. ഇതിൻ്റെ മേളിലേക്ക് പോകണ്ട, ഇവിടെ വരെ മാത്രം മുറിച്ചാൽ മതി. അങ്ങനെ ഇത് എൻഡ് വരെ, അതായത് ഈ അവസാനം വരെ നമ്മൾ അങ്ങനെ ഓരോന്നും മുറിച്ചുകൊണ്ടിരിക്കണം, ഏകദേശം ഒരു അളവിന്. ഇങ്ങനെ ലാസ്റ്റ് വരെ മുറിക്കാം. അപ്പം ഞാൻ ലാസ്റ്റ് ഇവിടെ വരെ എത്തുമ്പോഴത്തേനും അതുവരെ ചെയ്തിട്ട് കാണിക്കാം. ഇത് ഞാനങ്ങനെ ലാസ്റ്റ് വരെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ മുറിക്കുമ്പോഴത്തേനും അധികം കയറി പോകാതെ ശ്രദ്ധിക്കണം. ഞാൻ എന്തുകൊണ്ടില്ല ഇവിടെ മുറിച്ചപ്പോൾ കുറച്ചും ഇങ്ങോട്ട് കയറിപ്പോയി, അങ്ങനെ കയറി പോകാതെ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾക്ക് മൊത്തം ഇങ്ങനെ മുറിച്ചെടുക്കുക. മൊത്തം മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ ഓരോന്നും താഴേക്ക് താഴേക്ക് നമുക്ക് ഇങ്ങനെ ഓരോന്നും താഴേക്ക് താഴേക്ക് കൊടുക്കാം. അപ്പം നമ്മൾ ഇത്രയും താഴേക്ക് താഴേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുടയുക. അതിനുശേഷം ഇത് നമ്മൾ താഴേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് വെക്കുക. അതായത് നമ്മൾ ആ മുറിക്കാത്ത ഭാഗം ഉണ്ടല്ലോ, അത് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഈ വരയും, അതായത് രണ്ട് ഭാഗത്തെ ഇത് കാണാൻ പറ്റും. കണ്ടില്ലേ? ഇതുപോലെ കാണാൻ പറ്റും. ഇങ്ങനെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റും. ഇനി ചെയ്യേണ്ടത് ഇവിടുന്ന് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഡയഗണലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കും. ഇത് ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം നമുക്ക് അതായി. അതിന് ശേഷം നമ്മളിപ്പോൾ അങ്ങനെ കട്ട് ചെയ്തില്ലേ, കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെയല്ലേ കിടക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതും കൂടി കട്ട് ചെയ്യും. അതായത് ഇപ്പം കാണാൻ പറ്റില്ലേ, ഇനി നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്യും. ഇങ്ങനെ കട്ട് ചെയ്യും. എന്നിട്ട് അടുത്തത് കട്ട് ചെയ്യും. അങ്ങനെ അങ്ങനെ ഫുള്ളും കട്ട് ചെയ്യുക. ഈ ഗ്യാപ്പിലേക്ക് കട്ട് ചെയ്യുക. നമ്മൾ ലാസ്റ്റ് വെത്തി കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ ഡയഗണലായിട്ട് അങ്ങ് കട്ട് ചെയ്ത് വിട്ടാൽ മതി. ഇങ്ങനെ കട്ട് ചെയ്ത് വിടുക. ഇപ്പം നമ്മൾ മൊത്തം കട്ട് ചെയ്തു, കണ്ടില്ലേ? ലാസ്റ്റ് ആ കട്ട് ചെയ്ത ഭാഗമില്ലേ, അത് നമുക്ക് എൻഡായിട്ട് എടുക്കാം. ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ വലിക്കുക. ജസ്റ്റ് ഒന്ന് വലിക്കുക. അപ്പം എന്താ നമുക്ക് യാൺ പോലെ കിട്ടും. അതിനാണ് ഞാൻ പറഞ്ഞത് ബനിയൻ സൈസ് എടുക്കുക എന്ന്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്ര ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് സ്വന്തമായിട്ട് യാൺ ചെയ്യാം. ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വലിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് റൗണ്ടാക്കി എടുക്കാം. ഇത് ഞാൻ കംപ്ലീറ്റ് അതുപോലെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇതിൽ കൂടി ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ചുറ്റുക. എന്നിട്ട് പിന്നെ വീണ്ടും ചുറ്റുക. അങ്ങനെ നേരെ ചിരിച്ച് അങ്ങനെ ചുറ്റി ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കി എടുത്താൽ മതി. ഇങ്ങനെ എടുത്താൽ മതി. അപ്പം ഞാൻ ഇത് മുഴുവൻ ചുറ്റിയിട്ട് കാണിക്കാം. ഞാൻ ഇപ്പോൾ ഇത്രയും ചുറ്റി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമുക്ക് ഇത്രയും കിട്ടും യാണ്. ഇതിങ്ങനെ വന്നിട്ട് എടുത്തിട്ട് ഇതിലേക്ക് എവിടേക്കിലേക്ക് ഒന്ന് ചേർത്ത് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പം നമുക്ക് സെൻറ്റർ കിട്ടും. ഇവിടെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വിടാം. അപ്പം ആ കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പം നമുക്ക് ഇത് കണ്ടില്ലേ, ടീഷർട്ടിൻ്റെ ഒരു ടീഷർട്ടിൽ നിന്ന് ഇത്രയും യാൺ നമുക്ക് കിട്ടി. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടില്ലേ? നമുക്ക് ഇത്രയും ഒരു ബോൾ, ഈ ഒരു ബോളാണ് നമ്മൾക്ക് ആ ടീഷർട്ടിൻ്റെ പകുതി നമ്മൾ കട്ട് ചെയ്തിട്ട് കിട്ടിയത്. ഇനി നിങ്ങൾക്ക് ആ സെയിം ടീഷർട്ട് ഇപ്പം ഞാൻ കാണിച്ചില്ലേ, അതേപോലത്തെ ടീഷർട്ടിൻ്റെ മേൽവശം നമ്മൾ കട്ട് ചെയ്ത് വിട്ടില്ലേ, ആ മേൽവശത്തും ഇതേപോലെ തന്നെ ചെയ്യാം. 4 ആയിട്ട്, അതായത് കൈയും ആ സെൻറ്റർ ഭാഗവും കട്ട് ചെയ്തിട്ട്
ഇപ്പം നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം ആയിട്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് കുറച്ചുകൂടി യാൺ കിട്ടും. അപ്പം ഇതേപോലെ തന്നെ അതും ഇങ്ങനെ യാൺ ആക്കിയിട്ട് ബോൾ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതും അതും കൂടി ജോയിൻ ചെയ്തിട്ട് ചെയ്താൽ മതി. രണ്ട് യാൺ തമ്മിൽ ജോയിൻ ചെയ്യാനുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ലേൺ ബിഗിനേഴ്സ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്രോഷേ ബിഗിനേഴ്സ് കോഴ്സിന് വേണ്ടിയുള്ള ഒരു പ്ലേലിസ്റ്റ്. അതിനകത്ത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് രണ്ട് യാൺ തമ്മിൽ ജോയിൻ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ആ വീഡിയോ പോയി കാണുക. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇനിയും വേറെ നല്ലൊരു ക്രോഷേ വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.